സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. വലിയ ആവേശത്തോടുകൂടി ചരിത്ര നേട്ടവുമായി സുരേഷ് ഗോപി തിരികെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ തൃശ്ശൂർ എടുത്തുകൊണ്ട് അദ്ദേഹം തിരികെ എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ തലസ്ഥാനത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. നേതാക്കളൊക്കെ തന്നെയും വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്നിപ്പോഴത്തെ പ്രവർത്തകർ അദ്ദേഹത്തെ ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി റോഡ് ഷോ ഉണ്ട്. അതൊരു വൻപൻ പ്രകടനം തന്നെയാക്കി മാറ്റാനുള്ളതാണ് BJP കേന്ദ്രങ്ങളുടെ തീരുമാനം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കയറിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലൂർദ് മാതാവിനും ഗുരുവായൂരപ്പനും പ്രജാദേവങ്ങൾക്കും നന്ദി എന്നുള്ളതായിരുന്നു അദ്ദേഹം മത്സരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും സ്വന്തം തട്ടകത്തിലേക്ക്, സ്വന്തം മണ്ഡലത്തിലേക്ക് സുരേഷ് ഗോപി തിരികെ എത്തുകയാണ്. MS ലിഷോയ് ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി. ലിഷോയ്, വലിയ ആവേശത്തിലായിരിക്കും. ഇതുവരെ അനുഭവിക്കാത്ത ഒരു വികാരമായിരിക്കും അവിടെയുള്ള പ്രവർത്തകരിൽ ഉണ്ടാവുക. ആദ്യമായിട്ട് അവരുടെ സ്വന്തം MP, അവരുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ അവരുടെ നേതാവ് തന്നെ വിജയിച്ചവരുടെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ ആഘോഷമായിരിക്കും BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ ആ ആഘോഷം അത് പ്രകടമാക്കാൻ, ഏത് തരത്തിലാക്കാനുള്ള ഉദ്ദേശമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തൃശ്ശൂരിൽ ആദ്യമായി എത്തിയത് തൃശ്ശൂർ കളക്ടറേറ്റിലേക്കാണ്. തൃശ്ശൂർ കളക്ടറേറ്റിൽ സുരേഷ് ഗോപി എത്തി. അതിനുശേഷം കളക്ടറിൽ നിന്നും ഈ വിജയിച്ചതിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി വിജയിച്ചതിൻ്റെ സാക്ഷ്യപത്രം വാങ്ങിയതിന് ശേഷം പിന്നീട് ഈ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള ആവേശകരമായ ആഘോഷ പരിപാടികളിലേക്ക് അദ്ദേഹം കടക്കുകയാണ് ചെയ്യുക. നിലവിൽ കളക്ടറേറ്റിൽ നിന്നും ഈ കളക്ടറെ കണ്ട് ഈ സാക്ഷ്യപത്രം വാങ്ങിയതിന് ശേഷം പിന്നീട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠനാൽ പരിസരത്താണ് ആദ്യം എത്തുക. മണികണ്ഠനാലിൽ തേങ്ങയുടച്ച ശേഷം ആരതി ഒഴിഞ്ഞ് ഈ സ്വരാജ് റൗണ്ടിലൂടെ അദ്ദേഹം വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിന് വലം വയ്ക്കുകയാണ് ചെയ്യുക. പ്രധാനമായും 25,000-ഓളം പ്രവർത്തകരെ കൊണ്ട് വമ്പിച്ച ഒരു റാലി നടത്താനാണ് BJP നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. കൂടുതൽ പ്രവർത്തകരും സ്വരാജ് റൗണ്ടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്വരാജ് റൗണ്ടിൽ കടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിന്റെ നിയന്ത്രണങ്ങളുമുണ്ട്. നിലവിൽ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. പക്ഷേ ഈ ആഘോഷ പരിപാടികൾ തകൃതിയായി നടത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. കാരണം അത്രയേറെ കാത്തിരുന്ന ഒരു നിമിഷമാണ്, അത്രയേറെ ആഗ്രഹിച്ച ഒരു നിമിഷമാണ് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ആദ്യമായി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു താമര വിരിയുന്നു. ആ താമര വിരിയുമ്പോൾ അത് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെ ആകുന്ന ഒരു സാഹചര്യം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണത്തിലും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഈ 1ാം സ്ഥാനത്തേക്ക് നടന്നു നീങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശം തന്നെയാണ് പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെയുള്ളത്. ആ ആവേശം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രഖ്യാപനം നടന്നത്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട സ്വീകരണ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെത്തി കൂടുതൽ ജനങ്ങളുടെ ഒരു സ്നേഹവായ്പ ഏറ്റുവാങ്ങുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. വമ്പിച്ച സ്വീകരണ പരിപാടി തന്നെയാണ് സുരേഷ് ഗോപിക്കായി തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരുക്കിയിട്ടുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ടിൽ വടക്കുംനാഥനെ വലം വയ്ക്കുകയാണ് തന്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി, ആദ്യത്തെ ചടങ്ങ് എന്നാണ് അദ്ദേഹം ആദ്യ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം തന്നെ പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് വിവാദങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതിനോടൊപ്പം തന്നെ അതിനുശേഷമുള്ള പല സമയങ്ങളിലുമെല്ലാം തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടും BJPയുമായി ബന്ധപ്പെട്ടും എല്ലാം അതിനെല്ലാം തന്നെ വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി. എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ വിജയം എന്ന
എല്ലാം തന്നെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ വലിയ ഒരു റാലി തന്നെ തൃശ്ശൂരിൽ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ വിജയപത്രിക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് നിലവിൽ തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതിനുശേഷം ആണ് പിന്നീട് പ്രവർത്തകരെ കാണുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനുമെല്ലാമായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക.